എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്, വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആലപ്പുഴ. ആലപ്പുഴയാണ് വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. നിള അല്ലെങ്കിൽ പേരാർ, തലയാർ, മഞ്ഞനദി അല്ലെങ്കിൽ മുരാട് പുഴ, ചൂർണി, ഭാരതപ്പുഴ, പാമ്പാർ, പെരിയാർ, കുറ്റ്യാടിപ്പുഴ. തന്നിരിക്കുന്ന നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. A1 നിള അല്ലെങ്കിൽ പേരാർ, ഭാരതപ്പുഴ. B2 തലയാർ, പാമ്പാർ. C4 മഞ്ഞനദി അല്ലെങ്കിൽ മുരാട് പുഴ, കുറ്റ്യാടിപ്പുഴ. D3 ചൂർണി, പെരിയാർ. നദികളും അപരനാമങ്ങളും ഇങ്ങനെയാണ്. ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ ബി മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിയിലാണ് ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചുവടെ പറയുന്ന ആണവ നിലയങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. കൂടംകുളം, നറോറ, താരാപൂർ, കോട്ട. തമിഴ്നാട്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. തന്നിരിക്കുന്ന ആണവ നിലയങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. A1 കൂടംകുളം, തമിഴ്നാട്. B3 നറോറ, ഉത്തർപ്രദേശ്. C4 താരാപൂർ, മഹാരാഷ്ട്ര. D2 കോട്ട, രാജസ്ഥാൻ. ആണവ നിലയങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഇങ്ങനെയാണ് ക്രമീകരിക്കുന്നത്. അടുത്ത ചോദ്യം. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ഓപ്ഷൻ ബി ചർക്ക. ചർക്കയായിരുന്നു 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ആയിരുന്നു? ഓപ്ഷൻ ബി മീററ്റ്. മീററ്റിലായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി വിശാഖപട്ടണം. തന്നിരിക്കുന്നവയിൽ വിശാഖപട്ടണമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗംഗ. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാര്? ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത്? ഓപ്ഷൻ എ MN റോയ്. MN റോയ് ആയിരുന്നു ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ
SNDPയുടെ ആദ്യ സെക്രട്ടറി ആര്? SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ സി കുമാരനാശാൻ. കുമാരനാശാനായിരുന്നു SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നത്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 2012 നവംബർ 1. 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ അമരാവതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ വെച്ചായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡൻ്റായത്. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്? ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം? കരപ്പുറം എന്ന പേരിൽ മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം? ഓപ്ഷൻ സി ചേർത്തല. ചേർത്തലയായിരുന്നു മുൻപ് കരപ്പുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്? ഓപ്ഷൻ ഡി റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി സമത്വ സമാജം. സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം. താഴെ പറയുന്നവയിൽ ഏതാണ് ശീതരക്തമുള്ളവ അല്ലാത്തത്? മത്സ്യം, ഉരഗങ്ങൾ, പക്ഷികൾ, തവളകൾ. തന്നിരിക്കുന്നവയിൽ ഏതാണ് ശീതരക്തം ഉള്ളവ അല്ലാത്തത്? ഓപ്ഷൻ സി പക്ഷികൾ. തന്നിരിക്കുന്നവയിൽ പക്ഷികൾക്കാണ് ശീതരക്തം ഇല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം? ഓപ്ഷൻ ബി 1923. തന്നിരിക്കുന്നവയിൽ 1923 ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം. 1920 ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് കേരളം സന്ദർശിക്കുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അവസാനമായി 1937 ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ചത്. മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേര് എന്ത്? മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ സി പെരികാർഡിയം. പെരികാർഡിയം എന്നതാണ് മനുഷ്യഹൃദയത്തിൻ്റെ
ആവരണത്തിൻ്റെ പേര്? താഴെ പറയുന്നവയിൽ ഏത് സ്ഥലത്താണ് പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥലത്താണ് പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി പിംപ്രി. തന്നിരിക്കുന്നവയിൽ പിംപ്രി എന്ന സ്ഥലത്താണ് പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? ഓപ്ഷൻ സി 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം? ഓപ്ഷൻ ഡി ചൈന. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്നത് ചൈനയാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെ? കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം. പാർലമെൻറ്റിൽ വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? പാർലമെൻറ്റിൽ വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് പാർലമെൻറ്റിൽ വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ബി നിതിൻ മധുകർ ജംദാർ. നിതിൻ മധുകർ ജംദാറാണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ ഡി വി പി മേനോൻ. വി പി മേനോനാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? പോണ്ടിച്ചേരി, ദാമൻ, ദിയു, ഗോവ. തന്നിരിക്കുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ആയിരുന്നത്? ഓപ്ഷൻ എ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ആയിരുന്നു തന്നിരിക്കുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ആയിരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? ഓപ്ഷൻ ഡി കെ എം പണിക്കർ. കെ എം പണിക്കറായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻ എ ജർമ്മനി. ജർമ്മനിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര്? ഓപ്ഷൻ സി മംഗൾയാൻ. മംഗൾയാൻ എന്നതാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര്.
2025 G20 ഉച്ചകോടി നടന്നത്? 2025 G20 ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു 2025 G20 ഉച്ചകോടി നടന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവറിൻ്റെ പേര്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. പ്രഗ്യാനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? ഓപ്ഷൻ ബി മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം. അമ്മ മദർ എന്ന നോവൽ എഴുതിയത് ആര്? അമ്മ എന്ന നോവൽ എഴുതിയത്? ഓപ്ഷൻ എ മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയാണ് അമ്മ മദർ എന്ന നോവൽ എഴുതിയത്. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി ലോക്പാൽ. ലോക്പാലാണ് ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഓപ്ഷൻ സി ഹോക്കി. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം? ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഓപ്ഷൻ സി വിജാഗിരി സന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം? ഓപ്ഷൻ സി ട്രക്കിയ. ട്രക്കിയയാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സങ്കര ഇനം തക്കാളി അല്ലാത്തതേത്? മുക്തി, അനഘ, അക്ഷയ, ഹരിത തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം തക്കാളി അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ഹരിത. ഹരിതയാണ് തന്നിരിക്കുന്നവയിൽ ഒരു സങ്കര ഇനം തക്കാളി അല്ലാത്തത്. വഴുതനങ്ങയുടെ ഒരിനമാണ് ഹരിത. ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ. ന്യൂട്ടനാണ് ഭാരത്തിൻ്റെ അടിസ്ഥാന അഥവാ SI യൂണിറ്റ്. ഒരു കുതിരശക്തി
1 ഹോഴ്സ് പവർ എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ഓപ്ഷൻ ഡി 746 വാട്ട്. ഒരു കുതിരശക്തി അഥവാ 1 ഹോഴ്സ് പവർ എന്നത് 746 വാട്ട് ആകുന്നു. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി വി നാരായണൻ. വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.